ഭാരതത്തിന് മുൻപിൽ മുട്ടുമടക്കി നിൽക്കുന്ന പാകിസ്ഥാന് ഇരട്ടി പ്രഹരമാണ് ബലൂച്ച് വിമോചന സേന നൽകുന്നത്. ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായെന്ന് ബലൂച്ച് നേതാക്കൾ പ്രഖ്യാപിച്ചു. ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും തുടർച്ചയായാണ് ബലൂച്ച് നേതാക്കളുടെ പ്രഖ്യാപനം. ഒരു വശത്ത് ഭാരതം ശക്തമായി തിരിച്ചടിക്കുമ്പോൾ മറുവശത്ത് ബലൂച്ച് വിമോചന പോരാളികളുടെ പോരാട്ടം. ഇരട്ടി പ്രഹരം നേരിട്ട പാകിസ്ഥാൻ മുട്ടുമടക്കിയപ്പോൾ വിജയം ഭാരതത്തിന് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ സ്വതന്ത്രമായതായി ബലോച്ച് നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രമുഖ ബലോച്ച് നേതാവും എഴുത്തുകാരനുമായ മിർ യാർ ബലോച്ചാണ് സമൂഹമാധ്യമങ്ങളിലൂടെ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചത്. ബലൂചിസ്ഥാൻ ഇനി മുതൽ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും സ്വതന്ത്ര രാജ്യമാണെന്നുമാണ് പ്രഖ്യാപനം. പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി തങ്ങൾക്ക് സ്വതന്ത്ര രാജ്യപദവി നൽകണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഇവിടെ സമരങ്ങളും ആക്രമണങ്ങളും നടക്കുകയാണ്. പാകിസ്ഥാൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ 71 ആക്രമണങ്ങൾ നടത്തിയതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ന്യൂഡൽഹിയിൽ ഒരു ബലോച്ച് എംബസി സ്ഥാപിക്കാൻ ഭാരത ഗവൺമെന്റ് അനുവദിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ബലോചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിക്കണമെന്നും കറൻസി, പാസ്പോർട്ട് അച്ചടി തുടങ്ങിയ അടിസ്ഥാന ഭരണപരമായ കാര്യങ്ങൾക്കായി പണം നൽകണമെന്നും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഒരു ഭീകരരാഷ്ട്രമാണെന്നും അതിന്റെ തകർച്ച അടുത്തിരിക്കുന്നുവെന്നും മിർ യാർ ബലോച്ച് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ബലോചിസ്ഥാനിൽ യുഎന്നിന്റെ സമാധാന സേനയെ ഉടൻ വിന്യസിക്കണമെന്നും പാകിസ്ഥാൻ സൈന്യം ബലോചിസ്ഥാന്റെ ഭൂപ്രദേശങ്ങളിൽ നിന്നും വ്യോമാതിർത്തിയിൽ നിന്നും കടലിൽ നിന്നും പിന്മാറണമെന്നും ബലോച്ച് നേതാക്കൾ ആവശ്യപ്പെട്ടു. പാക് സൈന്യം, ഫ്രോണ്ടിയർ കോർപ്സ്, പോലീസ്, മിലിറ്ററി ഇന്റലിജൻസ്, ISI, സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവയിലെ എല്ലാ ബലോച്ചുകളല്ലാത്ത ഉദ്യോഗസ്ഥരും ഉടൻ ബലോചിസ്ഥാൻ വിടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ബലോചിസ്ഥാന്റെ നിയന്ത്രണം ഉടൻ തന്നെ സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ പുതിയ സർക്കാരിന് കൈമാറുമെന്നും ഒരു ഇടക്കാല സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. മന്ത്രിസഭയിൽ ബലോച്ച് വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നത് തങ്ങളുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ പൂർത്തീകരണമാണെന്നും അവർ വ്യക്തമാക്കി. സ്വതന്ത്ര ബലൂചിസ്ഥാൻ സർക്കാരിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉടൻ നടക്കുമെന്നും തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരെ ദേശീയ പരേഡിന് സാക്ഷ്യം വഹിക്കാനും അനുഗ്രഹിക്കാനും ക്ഷണിക്കുന്നതായും അവർ പറഞ്ഞു. അതിനിടെ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരെ വഹിച്ചുകൊണ്ടുപോയ ഒരു യൂട്ടിലിറ്റി വാഹനം സ്ഫോടനത്തിൽ തകരുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുക്കുകയും ചെയ്തു. 14 പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ദശാബ്ദങ്ങളായി തുടരുന്ന അക്രമങ്ങൾ, നിർബന്ധിത തിരോധാനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് മിർ യാർ ബലോച്ച് പാകിസ്ഥാനിൽ നിന്നും ബലോചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ബലോച്ചുകളെ പാകിസ്ഥാന്റെ സ്വന്തം ആളുകൾ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഭാരത പൗരന്മാരോടും പ്രത്യേകിച്ച് മാധ്യമങ്ങളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാക് അധിനിവേശ ജമ്മുകാശ്മീർ സംബന്ധിച്ച ഭാരതത്തിന്റെ നിലപാടിന് മിർ യാർ പൂർണ്ണ പിന്തുണ അറിയിച്ചു. ഈ പ്രദേശം ഒഴിഞ്ഞുപോകാൻ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. യുഎന്നിന്റെയും പരിശുദ്ധ ലോകത്തിന്റെയും കൺമുന്നിൽ വെച്ച് പാകിസ്ഥാൻ വംശഹത്യയും യുദ്ധക്കുറ്റങ്ങളും നടത്തിവരികയാണെന്നും യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ അവരെ വിചാരണ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശ ശക്തികളുടെ ഇടപെടലിലൂടെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത ബലോചിസ്ഥാനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ വിവരണം ലോകം അംഗീകരിക്കരുതെന്നും മിർ യാർ ബലോച്ച് കൂട്ടിച്ചേർത്തു. ബലോചിസ്ഥാനിൽ ദീർഘകാലമായി ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. എതിർക്കുന്നവരെ കാണാതാകലും കൊലപാതകങ്ങളുമെല്ലാം സാധാരണമാണ്. പാകിസ്ഥാൻ സൈന്യവും ISIയുമാണ് ഇതിനെല്ലാം ഉത്തരവാദികളെന്ന് ബലോച്ച് ജനത വിശ്വസിക്കുന്നു. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ബലോചിസ്ഥാന്റെ ധാതു വിഭവങ്ങൾ മുഴുവൻ ചൈനയ്ക്ക് അടിയറ വച്ചിരിക്കുകയാണ്. ഇതിനെതിരെ പതിറ്റാണ്ടുകളായി ജനങ്ങൾ സമരം ചെയ്യുന്നു. ബലോചിസ്ഥാനിലെ വിഭവങ്ങൾ പാകിസ്ഥാൻ സർക്കാർ ചൂഷണം ചെയ്യുന്നുവെന്നും ബലോച്ച് ലിബറേഷൻ ആർമി ആരോപിക്കുന്നുണ്ട്.